രണ്ടാൾ കവറൊക്കെ പിടിച്ചിട്ട് നിൽക്ക്. ഇനി അങ്ങോട്ട് പുഴയിലേക്ക് നടക്ക്. പുഴയിലേക്ക് നടക്ക്. വീഴാതെ നടക്ക്. നിക്ക്. എൻ്റെ കയ്യിൽ അസറ നോക്കി ഇറങ്ങിട്ടാ. മുമ്പ് കിടക്കണ്ട, വീഡിയോ എടുക്കണ്. മുമ്പ് കിടക്കണ്ട. വീഡിയോ പാറുങ്കോ നീങ്ക. അത് പുഴയിലേക്ക് പോവേണേ. അപ്പോൾ ഇന്ന് പുഴയിലേക്ക് പോണ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യണത്. വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട് പുഴ ഉള്ളത്. ഇപ്പോൾ പുഴയിലധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് പുഴയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പുഴയിലേക്ക് പോവാണ് കേട്ടോ. പുഴ ഇവിടെ അടുത്ത് തന്നെ ആണെങ്കിലും ഞാനും മക്കളൊന്നും പുഴയിലേക്കൊന്നും അങ്ങനെ പോവാറില്ല കേട്ടോ. ഇവരൊക്കെ വന്നാൽ മാത്രമേ കേട്ടോ ഞങ്ങളും പുഴയിലേക്കൊക്കെ പോവാറുള്ളൂ. എല്ലാവരും പാടി പോകുമ്പോൾ ഒരു രസമല്ലേ, അങ്ങനെ തന്നെ ഞങ്ങളും പോവാറൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കറക്റ്റ് പാലത്തിൻ്റെ അടുത്തെത്തും കേട്ടോ. മായന്നൂർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടേക്ക് എത്തിട്ടത്. അതിൻ്റെ തൊട്ടടുത്തേക്ക് പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ബാക്കിൽ തന്നെ പുഴയാണ്, പക്ഷെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഈ പാലത്തിൻ്റെ അവിടേക്ക് നമ്മൾ പുഴയിൽ കൂടെ നടക്കുക എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ നടക്കാനുള്ള സമയമുണ്ട് കേട്ടോ. കുറച്ച് ചില സ്ഥലത്തൊക്കെ കുറച്ച് വെള്ളം അധികം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സേഫായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്, മടി പിടിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് പോസ്റ്റ് ചെയ്യണത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്താ പറയുക, ഞങ്ങളുടെ ജീവിതത്തിലത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. ഈവനിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഭയങ്കര തിരക്കാറ് നല്ല തിരക്കല്ല, ഇതേപോലെ കാറ്റ് കൊള്ളാനും മറ്റേ വിശ്രമിക്കാനൊക്കെ കുറേ ആൾക്കാർ എത്താറുണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ അടിയിലേക്ക് കുറേ ആൾക്കാർ വെള്ളത്തിൽ കളിക്കും, കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ അവിടെ. ഞങ്ങളങ്ങനെ വരാറൊന്നുമില്ല. ഞങ്ങളപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഞങ്ങളും കുട്ടികളൊക്കെ വന്നപ്പോൾ നമ്മളും അങ്ങനെ പോകാൻ തീരുമാനിച്ചതാണ് കേട്ടോ. സേവ് ദ ഡേറ്റ്, പിന്നെ എന്താ പറയുക, ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, പിന്നെന്താ റീൽസുകൾ, അങ്ങനെയൊക്കെ ഈ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ അതിനായിട്ടൊക്കെ വരുന്നത് കാണാറുണ്ട് കേട്ടോ. കുട്ടികൾ നല്ല ഹാപ്പിയാണ് കേട്ടോ, അവർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങോട്ട് അങ്ങനെ വരാറൊന്നുമില്ല. ഇവരൊക്കെ വരുമ്പോൾ മാത്രമേ ഞാനും വരാറുള്ളൂ കേട്ടോ. വൈകുന്നേരത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ, നല്ല കാറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ്ട് അവർ സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നവരാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ കുറച്ച് തിരക്കായ കാരണം കുറച്ച് തിരക്കില്ലാത്ത ഭാഗത്ത് പോയിട്ട് എടുക്കാൻ വേണ്ടി പോവണം. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ.